ഞാനും മോളും മാത്രമേ സ്ത്രീ ആയിട്ടുള്ളൂ. രാത്രി ഞങ്ങൾ രാത്രി 12:30 ഇറക്കി വിടുമ്പോഴും ആ നാട്ടിൽ ഒരു സ്ത്രീകളും ഇല്ലേ? അതാണ് എൻ്റെ ചോദ്യം. ഒരു സ്ത്രീകളും ഇല്ലേ? ഞങ്ങളിങ്ങനെ ഒരു കൊലപാതകം കൂടെ നടത്താൻ പോകുന്നുണ്ട് കുമ്പസാരത്തിൽ പറയാണ് ഈ അച്ഛനോട്, ജയരാജ് അച്ഛനോട്. ആ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് അറിഞ്ഞ ശേഷം ഉടൻ തന്നെ അച്ഛൻ ഇവരുടെ ജീവൻ അപകടത്തിലാണ് മനസ്സിലാക്കിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇവരെ പേര് മാറ്റി വയനാട്ടിലേക്ക് നാട് കടത്തി. പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി മടുത്തു. പക്ഷെ ഇനി എന്തായാലും മുന്നോട്ടേക്ക് അല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ഒരു സംഭവം നമുക്ക് ആർക്കും ദഹിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ്. കാരണം ഈ വന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു ജീവിതമുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ചു പോകും. അമ്മാതിരി ആരുടെയും കണ്ണ് നനയിക്കുന്ന ഒരു കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇത് ഏത് നൂറ്റാണ്ടാ? 21-ാം നൂറ്റാണ്ടിൽ ഒരു അമ്മയും മകളും താമസിക്കാൻ പോലും സ്ഥലമില്ലാതെ ചിലപ്പോൾ വനത്തിലായിരിക്കും, ചിലപ്പോൾ വെയിറ്റ് ഷെഡിലായിരിക്കും, അല്ലെങ്കിൽ എനിക്കറിയത്തില്ല, ഒരു മനുഷ്യൻ്റെ ശ്രദ്ധയിൽ പോലും പെടാത്തൊരു സ്ഥലത്താണ് ഈ പാവപ്പെട്ട അമ്മ താമസിക്കുന്നത്. ഇന്നിപ്പോൾ ഇവിടെ എവിടെയോ ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. കണ്ടില്ലയോ, ചുറ്റും കുറേ കാടുകളുണ്ട്, ഇവിടെ ഒരു വലിയൊരു കുളമുണ്ട്. ഈ ഭാഗത്തേക്ക് മനുഷ്യൻ്റെ ശല്യം ഒന്നുമില്ല. മനുഷ്യൻ്റെ വെട്ടം കണ്ടാൽ ഈ അമ്മയും മകളും ഓടി ഒളിക്കും. എന്തിനായിരിക്കും ഇവർ പേടിക്കുന്നത് അല്ലേ? ആരാണ് ഇവരെ ശല്യപ്പെടുത്തുന്നത്? എന്തായാലും നമ്മൾ ഞെട്ടിപ്പോകുന്ന അത്തരം കാഴ്ചയിലേക്കാണ് പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അണ്ണാ നാട്ടുകാരനാണ്. അണ്ണാ ശരിക്കും പറഞ്ഞാലേ ഞാൻ തിരക്കി വന്നത് ഒരു അമ്മയും മകളെയും തിരക്കിയാണ്. ഇവിടെ നാട്ടുകാരനല്ലേ? അതെ, തീർച്ചയായും. കാരണം നമുക്ക് ചിന്തിക്കാൻ പറ്റും, ഈ വന്ന കാലത്തും ഒരു അമ്മയും മകളും നാട്ടുകാരെ പേടിച്ച് ഒളിച്ച് താമസിക്കുകയാണ്. തീർച്ചയായും. അവരിപ്പോ എവിടെ ഉണ്ട്? ഈ ഭാഗത്ത് തന്നെ ഉണ്ട് എന്നാണ് അറിഞ്ഞത്. ഇവിടെ ഉണ്ടാവണം. നോക്കാം. ഇവിടെയാണ് താമസിക്കുന്നുണ്ടോ? ഇത് ശരിക്കും പറഞ്ഞ നീന്തൽക്കുളമാണ്. ഇതിന്റെ ഭാഗത്തൊക്കെ ഈ പകൽ സമയത്തൊക്കെ നല്ല നട്ടൊരു സമയത്താണ്. അങ്ങനെ സ്ഥിരമായൊരു താവളമല്ല. ഇല്ല, മാറി അവർക്ക് നിന്നേ പറ്റൂ. കാരണം എപ്പോൾ വേണമെങ്കിലും മരണം സംഭവിക്കാനുള്ള ഭയപ്പാട് അവർക്കുണ്ട്. ഈ മരണം എന്തിനാ സംഭവിക്കുന്നത്, അവർക്ക് ആരെയാണ് പേടി എന്നൊക്കെ നമുക്ക് വരുന്ന സമയത്ത് പറയാം. എന്തായാലും ഈ അവരെ തപ്പിപ്പിടിക്കുക എന്തായാലും. ആണ് ഇവിടെ ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞവര്? രാവിലെ ഇവിടെ ഉണ്ടായിരുന്നു, ചിലർ കണ്ടു. എന്റെ അനിയൻ കണ്ടു. ഇപ്പൊ പോയ അനിയല്ലേ കണ്ടു. അപ്പൊ ഈ പരിസരത്ത് തന്നെ കണ്ടു. ആദ്യമായിട്ട് ഇവിടെ വരുന്നത് ഈ താവളങ്ങൾ മാറി മുമ്പേ 1-2 തവണ ഇവിടെ ഉണ്ടായിരുന്നു. മാറ്റിക്കൊണ്ടിരിക്കും. രാത്രി കാലങ്ങളിൽ കൂടുതലും റെയിൽവേ സ്റ്റേഷന്റെ പ്ലാറ്റ്ഫോമിലാണ്. ആ കൊച്ചിന് എത്ര വയസ്സുണ്ട്? അവരുടെ മകൾ 23 വയസ്സുള്ള ഒരു മകളെയും കൊണ്ട് അമ്മ പോകുന്ന പോക്കേ ഒന്ന് ചിന്തിച്ചു നോക്ക്. നമ്മളൊക്കെ വീട്ടിനകത്ത് ഇത്രയും സുരക്ഷിതമായിട്ട് വീട്ടിൽ കിടക്കാൻ പേടിയാ. അപ്പോഴാണ് ഈ കാട് പിടിച്ച ഈ സ്ഥലത്തേക്ക് അമ്മ കിടക്കുന്നത്. 23 വയസ്സുള്ള പെൺകുട്ടിയെ പോലീസിന്റെ സാന്നിധ്യത്തിൽ ആ ഗുണ്ടകൾ വലിച്ച് കയ്യെ പിരിച്ചോടിച്ച് ചവിട്ടി വെളിയിലാക്കുന്ന സമയത്ത് അതിന്റെ വീഡിയോ എവിഡൻസ് ഉണ്ട്. അതല്ല ഈ ഗുണ്ടകളൊക്കെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും വെളിയിൽ നിന്ന് വരുത്തിയ തമിഴ്നാട് ഗുണ്ട ഒന്നുമല്ല. ആ ഗുണ്ടകളൊക്കെ ആരാണെന്ന് അറിയാൻ നിങ്ങൾ ഞെട്ടിപ്പോവും. സ്വന്തം രക്തമാണെന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടോ? വെള്ളത്തിന്റെ കുപ്പിയൊക്കെ ഉണ്ട്. വെള്ളക്കുപ്പി ഇരിക്കുന്നത് സൈത്ര അല്ലേ? ഇവിടെ കാണുവാ? ഉണ്ടാവും. വെള്ളത്തിന്റെ കുപ്പി ഇരിപ്പുണ്ടല്ലേ? അതെ, അവർ കുടിച്ചോ. ഇതുണ്ടോ വെള്ളത്തിന്റെ കുപ്പിയൊക്കെ വിട്ടിരിപ്പുണ്ട്? കുഴപ്പക്കാരല്ല, നമ്മുടെ ആളാ. വാ എവിടെ ഉണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, രാവിലെ ഉണ്ടായിരുന്നു. വിവരം കിട്ടി എനിക്ക്. ദൈവമേ, നമുക്ക് പാവങ്ങൾ ഒരു അമ്മയും മകളും വരുന്ന വരക്കും കണ്ടോ? നിങ്ങൾ ആ കാട്ടിൽ നിന്ന് വരികയാണ്, ഇഴജന്തുക്കളൊക്കെ ഉള്ള സ്ഥലത്ത് വരികയാണ് ഒരു പാവം അമ്മ. അങ്ങനെ മരിക്കാനൊന്നും സമയമായിട്ടില്ലെന്നേ. അതിനൊക്കെ ഈശ്വരൻ നിശ്ചയം കണക്കാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേ പോവുള്ളൂ. ചിലതൊക്കെ കാലത്തിന് തെളിയിച്ചു കൊടുക്കാനുണ്ടെന്നേ നിങ്ങൾക്ക്. അമ്മ ഇത് എവിടെയായിരുന്നു ഇത്ര നേരം? ഉള്ളിലായിരുന്നോ? അപ്പൊ കുഴപ്പമില്ല. എന്നെ പേടിക്കണ്ട കേട്ടോ, ഞാൻ ശല്യക്കാരനല്ല. അമ്മയൊന്ന് പരിചയപ്പെടുത്താനും ഒക്കെ വന്നതാ കേട്ടോ. അമ്മയൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മ വെള്ളം വല്ലതും കുടിച്ചോ? നമ്മ കുടിക്കണം. മോളെ മോളിക്കെന്താ ചോദിക്കട്ടെ? ആകെപ്പാട് ക്ഷീണിച്ചല്ലോ. അമ്മ മരിച്ച് വെള്ളം കുടിക്കും. പാവം. കുഴപ്പമില്ല, എടുത്തോ. പേടിക്കണ്ട, ഞങ്ങൾ ശല്യക്കാരല്ല. അങ്ങനെ സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കുവായിരുന്നു. നിങ്ങൾ നോക്കോ, ആ വിജനമായ സ്ഥലത്ത് ആൾക്കാരെല്ലാം പേടിച്ച് അമ്മയും മകളും ഒറ്റയ്ക്ക് ഇരിക്കുന്ന കാഴ്ച നമ്മുടെ സങ്കടപ്പെടുന്ന കാഴ്ചയാണ്. എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ ഞെട്ടിപ്പോ. ഇവിടെ തന്നെ ഇരുന്നിട്ടുണ്ടാവും. ആൾക്കാർ വരുന്ന കണ്ടിട്ട് അങ്ങോട്ട് മാറിയതോ? മാറി നിൽക്കും അല്ലേ? നമ്മളെ ശത്രുക്കളാണ് കൂടുതലും നമുക്കുള്ളൂ. അതുകൊണ്ട് പേടിച്ചിട്ടാണ്. ജീവൻ എന്തായാലും പേടിയുണ്ടാവും. അമ്മ ഞങ്ങൾ പേടിക്കണ്ട. ഈ സംഭവം ഈ അവസ്ഥ കറിഞ്ഞ് അണ്ണൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അമ്മയും മകൾ ഈ വനത്തിനുള്ളിൽ കാണും. ഈ സാറിനെ കണ്ടിട്ട് മാത്രമാണ് ഞാൻ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഏതെങ്കിലും ഒരു വീട്ടിൽ വരാതില്ലെങ്കിൽ. ഈ മോക്ക് എത്ര വയസ്സുണ്ട്? 25. 25 വയസ്സുള്ള ഈ മകളെയും കൊണ്ട് അമ്മയ്ക്ക് പോകുന്ന പേടിയില്ല വന്ന കാലത്ത്? പേടിയുണ്ട്. ഈ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആരെങ്കിലും ഈ ഉപദ്രവിക്കുന്ന കാലഘട്ടമാണ്. അതൊക്കെ എങ്ങനെ അമ്മയ്ക്ക് ധൈര്യം വരും ഈ കൊച്ചിനെ കൊണ്ടൊക്കെ പോകാൻ? പിന്നെ ഈ ഇടയ്ക്ക് അമ്പലത്തിലൊക്കെ പോയി അവിടെ കരയണ്ട, പോട്ടെ അമ്മ. നമുക്ക് അവിടെ സ്വസ്ഥമായിട്ടിരിക്കാം. ഈ പാവങ്ങളുടെ ഈ അവസ്ഥ കാണുമ്പോൾ തന്നെ എനിക്ക് തന്നെ സങ്കടം വരും. മാമന്റെ ആൾക്കാരുമാണ്. അപ്പൊ നമുക്കെല്ലാം പറയാം, പേടിക്കാരും. നമുക്ക് എന്തായാലും പരിഹാരത്തിന് വേണ്ടിയിൽ വന്നേ. ഇവിടെ ഇരിക്കും. നമുക്ക് ഈ കയ്യിലുള്ള സാധനങ്ങളൊക്കെ. അയ്യോ, നമ്മൾ വീടല്ലേ പാവം കേട്ടോ. നോക്ക്, ഇത് ഡ്രസ്സാണോ? അല്ല, ഇതെന്താ ഭക്ഷണോ? അയ്യോ പാവം, ഭക്ഷണപ്പൂതിയും കൊണ്ട് നടക്കുവാണ്. മോക്കുള്ള ഡ്രസ്സൊക്കെ എന്തിയെ? ബാഗിൽ എത്ര ജോഡി ഡ്രസ്സ് ഉണ്ട് ഇതിനകത്ത്? ഉറക്കപ്പറ, പേടിക്കില്ല. ഒരു ജോഡി ഡ്രസ്സും കൊണ്ട് കിടക്കുകയാണ്. അപ്പൊ നനയ്ക്കുന്നതൊക്കെ എങ്ങനെയാ പോകുന്ന വഴിക്ക്? റെയിൽവേ സ്റ്റേഷനില് വിശ്രമ റൂം ഉണ്ടല്ലോ, അവിടെ ലേഡീസ് ഓൺലി ആണ്.
അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്തിട്ട് അവിടുത്തെ ചെയറിൽ വിരിച്ചിട്ടിട്ട് അവിടെ ഇരിക്കും. രാത്രിയാകുമ്പോഴേ നനച്ചിട്ടാൻ പറ്റുള്ളൂ. സചിത്ര. സചിത്ര, ഇങ്ങനെയൊക്കെ ജീവിതം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം കേൾക്കുന്നത് തന്നെ. ഒരു രാത്രിയിൽ ഇത് ഡ്രസ്സ് എടുത്ത് അയൽ ഉണക്കുന്നു, രാവിലെ ഉടുക്കുന്നു, എവിടെയെങ്കിലും പോയി ഒളിച്ചിരിക്കുന്നു. അങ്ങനെ ആക്കിയതാണ് നമ്മളെ. ഇങ്ങനെയൊന്നും ആവേണ്ടവരല്ല നമ്മൾ. സ്വസ്ഥമായിട്ട് ഇവര് നീരുത്തട്ടെ കേട്ടോ. പാവം കേട്ടോ, ഒന്നും കൊണ്ടുവന്നുമില്ല. ചിത്ര അവസ്ഥയാണെന്ന് അറിഞ്ഞില്ല കേട്ടോ. അല്ലെ എന്തെങ്കിലും കഴിക്കാൻ കൊണ്ട് ഇവിടെ ഇരിക്കുക. കയ്യിലുണ്ടോ? ഇരിക്കുമോളെ, ഇരിക്കും. ചോറൊക്കെ കയ്യിലുണ്ടോ? കഴിച്ചോല്ലോ? ഒന്നും കഴിച്ചില്ല. ഇവിടൊക്കെ പേടിയില്ലേ ഇവിടെ വന്നിരിക്കാൻ? മാമന്മാരെ കണ്ണിൽ കാണാതെ, ശത്രുക്കളെ കണ്ണിൽ കാണാതെ ഇത്തിരി മാറി നിന്ന് പറയും. ഇവർക്ക് ഇവരുടെ സങ്കടങ്ങൾ പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു എപ്പിസോഡ് തീരാനൊക്കത്തില്ല. അപ്പോൾ അണ്ണ ചുരുക്കി പറയും, ഇവർക്ക് എന്താ സംഭവിച്ചത്? പത്രവാർത്ത കണ്ടിട്ടാണ്. ഇവരെന്തോ കമ്മ്യൂണിറ്റി എന്താണെന്നറിയില്ല. നിരാലംബരായ ഇവരെ ഒരു കൂട്ടം ഗുണ്ടകൾ ആക്രമിച്ചു. ഗുണ്ടകൾ അടുത്ത ബ്ലഡ് റിലേഷനാ, അടുത്ത രക്തബന്ധുക്കളാ. മാമന്റെ മക്കള് ഒക്കെ തന്നെയാ. ഇളയച്ചനെ വലിയച്ഛനെ പോലുള്ള ബന്ധം. ഇവർക്ക് 4 ഏക്കറിൽ പരം സ്വത്തിന്റെ 4 ഏക്കർ 19 സെന്റിന്റെ അവകാശികളാണ് ഇവർ. നെടിയാങ്കോട് മെയിൻ റോഡിന്റെ സൈഡിലാണ്. സെന്റിന് 6-7 ലക്ഷം രൂപ വാല്യുള്ള വസ്തുവാണ്. ഇവര് പക്ഷേ ഇവരുടെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഈ ഡോക്യുമെന്റ്സ് നഷ്ടപ്പെട്ടു. കോടതി വിധി പ്രകാരം ലഭിച്ച ഭൂമി ഇവരുടെ ബന്ധുക്കൾ തന്നെ തട്ടിയെടുത്തവരെ കബളിപ്പിക്കുകയായിരുന്നു. കാലങ്ങൾക്ക് ശേഷം അവർക്ക് തിരിച്ചറിവുണ്ടായി ഈ ഭൂമി ഇവർക്ക് അവകാശപ്പെട്ട. അങ്ങനെ ചോദിക്കാൻ ഇവരുടെ അച്ഛന്റെ അച്ഛൻ പോയ സമയത്ത് അവരെ അയാളെ മർദ്ദിച്ചു കൊന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ച് ഇങ്ങനെ 4.5 ഏക്കറോളം ഉള്ള കാര്യം ഇവർക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ അറിയാം. ഓക്കെ, അറിയുന്നൊരു സമയത്ത് ഒരു സുപ്രഭാതം ഇവർ അറിയുകയാണ് കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപയുടെ ആസ്തി ഇവർക്ക് ഉണ്ടെന്ന്. ഇത് ചോദിക്കാൻ വേണ്ടി അവരോട് ചെല്ലുകയാണ്, ബന്ധു വീട്ടിലേക്ക് ചെല്ലുകയാണ് അല്ലേ? അത് കറക്റ്റല്ലേ? അവിടെ എത്തി അവരെല്ലാവരും കൂടെ മർദ്ദിച്ച് അദ്ദേഹത്തെ അവിടെ ആരുണ്ട്? ഇവരുടെ മാമനും മാമന്റെ മക്കളും ഒക്കെ രക്തബന്ധമുള്ള ഒരു കൂട്ടമാണ്. അവർ ഈ വസ്തുക്കളെല്ലാം ആസ്വദിച്ച് കൈയടക്കി വെച്ചിരിക്കുന്നു. ചിലർക്കൊക്കെ വ്യാജ പട്ടയം ഉണ്ടാക്കി വിൽക്കുകയും ചെയ്തു കഴിഞ്ഞു. അവർ പലരും വീട് വെച്ച് അവിടെ താമസിക്കുന്നുണ്ട്. ഇതിലെ ഒരു വില്ലേജ് ഓഫീസറുടെ അടക്കം കൈയുണ്ട് കള്ളപ്രമാണം ചെയ്തതിൽ. ഇത് അവരെല്ലാം ഇപ്പൊ പിടിക്കപ്പെടുമോ, ജയിലിലാകുമോ, വസ്തു നഷ്ടപ്പെടുമോ എന്നുള്ള ഭയപ്പാടോടുകൂടി അവരെല്ലാം സംഘടിതമായി ഇവരെ കൊല്ലാനായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവർക്ക് അവകാശം കൊടുത്തേ പറ്റൂ, ഒഴിവാക്കിയേ പറ്റൂ. ഇവരെ ഒഴിവാക്കി, ഇവരുടെ അവകാശത്തോടെ ഒഴിവാക്കിയേ പറ്റൂ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോഴേക്ക് റവന്യൂ അധികാരികളും പോലീസും ചേർന്നുകൂടെ ഇവരെ ഭീഷണിപ്പെടുത്തുന്ന സ്ഥിതിയുണ്ട്. അങ്ങനെ വന്നപ്പോൾ പല ഇവർക്ക് ഇത്രയും ആസ്തി ഉണ്ട് ഇവർ എപ്പോഴും അറിയുന്നത്? ഒരു വില്ലേജ് ഓഫീസർ, ഒരു മിസ്റ്റർ അശോകൻ സാർ ഒരു ഹിയറിംഗ് വെച്ചപ്പോഴേക്കും ഇങ്ങനെ ഒരു അനാഥ ഭൂമി കിടപ്പുണ്ടെന്നും അവരുടെ അവകാശികളുണ്ടോ എന്ന് ചോദിച്ച് തിരക്കി പിടിച്ച് ഇവരുടെ ബന്ധുക്കളിലൂടെ ഇവരുടെ അടുത്തെത്തി. അങ്ങനെ ഇവർ അവിടെ എത്തുമ്പോഴാണ് രേഖകളെല്ലാം ഇങ്ങനെയുണ്ട്, ഇവർക്ക് കിട്ടാനുള്ള ഭൂമിയാണെന്ന് അദ്ദേഹം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ബാക്കി അനുബന്ധ രേഖകൾ താലൂക്കിൽ നിന്നൊക്കെ SA സർവേ അദാലത്തിൽ നിന്നൊക്കെ എടുക്കാനായിട്ട് ഇവർക്ക് കൊടുക്കുന്നു. അന്ന് തൊട്ട് ഇവർ ശ്രമം തുടങ്ങി. ഈ രേഖകൾ എടുക്കാൻ പോകുന്നത് തൊട്ടാണ് ഞാൻ പറഞ്ഞില്ല വ്യാജപട്ടയം നിർമ്മിച്ച വില്ലേജ് ഓഫീസറടക്കം കുടുങ്ങും. ഈ സ്വത്ത് കൈവശം തട്ടിയെടുത്ത് മറ്റ് അധികാരം സ്ഥാപിച്ചിരിക്കുന്നവർ വെട്ടിലാകും. ഇത് മനസ്സിലാക്കിയിട്ട് ആ വ്യാജ പ്രമാണം തയ്യാറാക്കിയ വില്ലേജ് ഓഫീസർ അടക്കമുള്ള ടീം ചേർന്ന് ഇവരെ അപകടപ്പെടുത്താനായിട്ട് ശ്രമം നടത്തും. ഇവരെ കൊല്ലുക എന്നുള്ളതാണ് ആ ബന്ധുക്കളുടെ ഏറ്റവും വലിയ ആവശ്യം. കൊല്ലേണ്ട ആള് തന്നെ അത് കുമ്പാരസാര രഹസ്യമായിട്ട് പറയുകയാണ്. കൊല്ലേണ്ട ആള് തന്നെ. അദ്ദേഹത്തിന്റെ മകൻ അച്ഛൻ LC ലത്തീൻ കത്തോലിക്ക പള്ളിയിലെ അച്ഛൻ പട്ടം സ്വീകരിക്കാൻ പോകുന്നു. അച്ഛൻ പട്ടം ആരായിട്ട് വരും? മാമന്റെ മകനല്ലേ, സ്വന്തം മാമന്റെ മോൻ. അച്ഛൻ പട്ടത്തിന് പഠിച്ചിട്ട് അച്ഛൻ പട്ടം ആകാൻ പോകുന്ന സമയത്ത് ഈ ചർച്ചിൽ അങ്ങനെയുണ്ട്, സർവ്വ സത്യങ്ങളും തുറന്നു പറഞ്ഞു കുമ്പസാരിക്കണം. അങ്ങനെ അദ്ദേഹം കുമ്പസാരിക്കുകയാണ്. അത്ര ഒരു ജയരാജൻ, അദ്ദേഹം അച്ഛൻ പിതാവ് മരിച്ചുപോയി. അവർ കാരണം ഇവരൊക്കെ ഇന്ന് ജീവനോടെ ഇരിക്കുന്ന അല്ലേ, അന്നേ കൊല്ലാൻ കൊണ്ടുപോയാ. അങ്ങനെ കൊല്ലാനായിട്ട് അവരെ വീട്ടിൽ സ്നേഹിച്ച് വരുത്തി നിർത്തിയിരിക്കുക. എന്നിട്ട് ഈ കുമ്പസാരിക്കുന്ന സമയത്ത് പറയാം, ഞാൻ ഇന്ന പാവം ചെയ്തു, ഇനി ഒരു പാവം കൂടെ ചെയ്യാൻ പോകുന്നു. ഞങ്ങളിങ്ങനെ ഒരു കൊലപാതകം കൂടെ നടത്താൻ പോകുന്നുണ്ട് കുമ്പസാരത്തിൽ പറയാണ് ഈ അച്ഛനോട്, ജയരാജ് അച്ഛനോട്. ആ വിവരങ്ങളെല്ലാം പറഞ്ഞിട്ട് അറിഞ്ഞ ശേഷം ഉടൻ തന്നെ അച്ഛൻ ഇവരുടെ ജീവൻ അപകടത്തിലാണ് മനസ്സിലാക്കിയിട്ട് വിളിച്ചു വരുത്തിയിട്ട് ഇവരെ പേര് മാറ്റി വയനാട്ടിലേക്ക് നാട് കടത്തി. അയ്യോ, ഭയങ്കര സിനിമ കഥയാണല്ലോ ചെയ്തത്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ജീവൻ അപകടത്തിലാണ്. അതിനുശേഷം ഇവർക്ക് ഗർഭിണിയാവുന്നു, കുഞ്ഞിന് വയറ്റിലുണ്ട്. ആ ഗർഭിണിയെയും കുഞ്ഞിനെയും കൊല്ലാനായിട്ട് വിഷം കൊടുക്കുന്ന സാഹചര്യമുണ്ട്. അതൊക്കെ അവർ പിന്നെ പറയും. അങ്ങനെ നിരന്തരം അവരെ കൊലപ്പെടുത്താനായിട്ട് ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൂടെയാണ് ഇവർ വിവരം അറിയുന്നത് ജീവൻ പോലും അപകടത്തിലാണെന്ന്. പക്ഷേ തുടർന്ന് ഈ ഡോക്യുമെൻറ്റ്സ് കളക്ട് ചെയ്യാനുള്ള തിരക്കിനിടയിൽ ഞങ്ങളും സഹായിക്കാറുണ്ട്. പലപ്പോഴായി ഇവർക്ക് ചെറിയ ജീവന് ത്രെട്ട് ഉണ്ടാകുന്ന തരത്തിൽ നീക്കങ്ങൾ നടക്കുന്നതുണ്ട്. അതുകൊണ്ടാണ് ഇവർ റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതും ഒളിവിൽ പോകുന്നതും മാറി താമസിക്കുന്നതും. ഇവർ മാറി താമസിക്കുന്നതോടും കുറേ ആൾക്കാരുണ്ട്. കേസ് തീരുവാണ്, അവകാശികളില്ല, അല്ല സ്വത്തുക്കൾ മുഴുവൻ ഈ അമ്മയുടെ അപ്പോൾ അലച്ചിലാണല്ലേ. എല്ലാം ഒരു സമരമാണ്. എന്തായാലും വാങ്ങിച്ച് അടങ്ങുന്നുള്ള വാശിയിലാണല്ലേ. അതെ, അവകാശപ്പെട്ടതല്ലേ. മറ്റൊരാളുടെ നമുക്കൊന്നും വേണ്ട, നമുക്ക് അർഹതപ്പെട്ട മാത്രമേ നമ്മൾ എടുക്കത്തുള്ളൂ. മറ്റൊരാളുടെ യാതൊന്നും ഒരു മുട്ടുപിന്ന് പോലും നമുക്ക് വേണ്ട. ഇപ്പൊ നിലവിൽ ഇപ്പൊ അതൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലില്ല. ഇപ്പൊ നിങ്ങൾക്ക് എന്തുകൊണ്ട്
എവിടെ താമസിക്കും? അല്ല, താമസിക്കുന്ന പോട്ട് എന്തെങ്കിലും ഉണ്ട്? ഭൂസ്വത്ത് വല്ലതും ഉണ്ടോ? ഇല്ല മറ്റു ഒന്നുമില്ല. സ്വത്തുക്കളൊന്നും ഒന്ന് ഈ ഇട്ടേക്കുന്ന ഡ്രസ്സ് മാത്രമേ ഉണ്ട്. അതേ ഉള്ളൂ. ഈ തൊപ്പിയുണ്ട്, കണ്ണാടിയുണ്ട്, അത് മാത്രമേ ഉള്ളൂ. ഡ്രസ് എല്ലാം പോയി, എല്ലാം എടുത്തിട്ട് പോയി. ഇത് പാവങ്ങളെ ഒന്ന് ചിന്തിച്ചു. 25 കോടിയുടെ ആസ്തിയുള്ള ഒരു അമ്മയും മോളെ ഇരിക്കുന്നത് കണ്ട. ഈ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ഭക്ഷണം പൊതിഞ്ഞ് നടക്കുമോ? നമ്മുടെയൊക്കെ കേരളത്തിലാണ് ഇത് സംഭവിക്കുന്നത്, നടക്കുന്നത്. ഈ നട്ടുച്ച സമയത്ത് നിങ്ങൾ ആലോചിച്ച്, വിജനമായിട്ടുള്ള ഒരു മനുഷ്യൻ പോലും വരാത്ത സ്ഥലം തപ്പി വന്നിരിക്കുവാണ് ഈ പാവങ്ങൾ. വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ആൾവട്ടമുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയി കിടക്കും, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിൽ കിടക്കും. അങ്ങനെയൊക്കെയാണ്. എത്ര ദിവസം, എത്ര വർഷമായിട്ട് ഈ പോരാട്ടം തുടങ്ങിയിട്ട്, ഇങ്ങനെ കിടപ്പ് തുടങ്ങിയിട്ട്? കഴിഞ്ഞ സെപ്റ്റംബർ തുടങ്ങിയതാണ്. 2025 തുടങ്ങി പോണിയാ അല്ലേ? 2017 മുതൽ ഇതിന് ശ്രമിച്ചുകൊണ്ടിരുന്നു. ഓരോ പേപ്പേഴ്സ് നമ്മൾ എടുക്കുമ്പോൾ അങ്ങനെ ഒരു പേപ്പേഴ്സ് ഇവിടെ ഇല്ല, അപേക്ഷ കൊടുക്കുമ്പോൾ എല്ലാം നിരസിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പകുതി വഴിയിൽ മനസ്സ് മടുത്തു. പിന്നെ എന്തായാലും ഫൈറ്റ് ചെയ്തേ പറ്റുള്ളൂ. മറ്റൊരാള് അത് കൈവശം വെച്ച് അനുഭവിക്കുന്നതിനും പകരം അത് എടുത്ത് എത്രയോ പാവങ്ങൾ കിടക്കുന്നു. നമുക്കൊരു 10 സെന്റ് മതി, ബാക്കി പാവങ്ങൾക്ക് വെറുതെ പുണ്യം കിട്ടുമെന്നുള്ള രീതിയിൽ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണ്. പാവങ്ങൾക്ക് വിധിച്ചു നൽകണം. ഭയങ്കര കഷ്ടമാണ്. കണ്ണൊക്കെ കണ്ണടി കൂടെ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ണിൽ കാണിച്ച് പ്രേക്ഷകർ കാണട്ടെ അമ്മയുടെ കരച്ചിൽ. ഒരു പ്രായപൂർത്തി ഒരു മകളെ കൊണ്ട് പോകുന്ന ഒരു അമ്മയുടെ അവസ്ഥ നമ്മൾ കാണണം. നമുക്കൊക്കെ എന്തിന്റെ അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴത്തെ സർക്കാർ പോലീസ് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങി മടുത്തു. പക്ഷെ ഇനി എന്തായാലും മുന്നോട്ട് തന്നെ പോകുള്ളൂ അല്ലേ? ഞാനും മോളും മാത്രമേ സ്ത്രീ ആയിട്ടുള്ളൂ. രാത്രി ഞങ്ങൾ രാത്രി 12:30 ഇറക്കി വിടുമ്പോഴും ആ നാട്ടിൽ ഒരു സ്ത്രീകളും ഇല്ലേ? അതാണ് എന്റെ ചോദ്യം. ഒരു സ്ത്രീകളും ഇല്ലേ? ക്രിസ്ത്യാനായാലും ഹിന്ദുക്കളായാലും ആരും ഇല്ലാത്ത ഒരു മനുഷ്യരാണ്. അത്രയും മെയിൻ റോഡിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴും അവിടെ കൂടെ ചുറ്റുമുള്ള ആൾക്കാർ കൈകൊട്ടി ചിരിക്കുകയായിരുന്നു. നമ്മളെ ഇറക്കിയെന്നാ പറയുന്നത്. 10-21 ഗുണ്ട ആൾക്കാരാണ്. അല്ല, ഞാൻ അതൊന്നും അല്ല പറയുന്നത്. ഈ ഒരു പെങ്കൊച്ചനെങ്കിലും ഓർക്കണ്ട. എത്രയെന്ന് പറയാല് ഈ അമ്മയുടെ കാര്യം പോട്ട്. എന്റെ മാമന്റെ മോനും മാമനും ഒക്കെ കൈകൊട്ടി ചിരിച്ച് സന്തോഷിക്കുകയായിരുന്നു. ബന്ധുക്കൾക്ക് ഭയങ്കര സന്തോഷമാണ് നമ്മളിങ്ങനെ തെരുവിൽ അലയുന്നത്. അവർക്ക് നല്ല സന്തോഷമാണ്. അവരെ ഇതുകൊണ്ട് നല്ല ആത്മസംതൃപ്തി നേടിയിരിക്കുകയാണ്. അപ്പം അവരുടെ കയ്യിൽ നിന്ന് ഈ വസ്തു നമ്മൾ പിടിച്ചെടുക്കും എന്നുള്ള ഭയം കൊണ്ടാണ് അവർ ഫോളോ ചെയ്ത് നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്. അവർ ഫോളോ ചെയ്ത് ഇങ്ങനെ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത്, നമ്മളെ കൊല്ലാൻ ശ്രമിക്കുന്നത്, എല്ലാം അത്രയും പ്രോപ്പർട്ടീസ് അവരെ കയ്യിൽ നിന്ന് നമ്മൾ പിടിച്ചെടുക്കുമല്ലോ എന്നുള്ള ആ ഒരു ഭയത്തിലാണ്. അപ്പൊ എന്തായാലും ഇതെല്ലാം കാണുന്ന ശക്തി മേളിലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും. സത്യം തെളിയുക തന്നെ ചെയ്യും. അതാവുമെന്ന് എന്റെ മനസ്സ് പറയുന്നു. കാര്യം നിങ്ങളുടെ ഈ അവസ്ഥ ഉണ്ടല്ലോ, അത് ഒരു മനുഷ്യൻ സഹിക്കാൻ പറ്റാത്ത കാഴ്ചയാണ്. അവരുടെ സ്വത്തുക്കളെല്ലാം ബന്ധുക്കൾ അപഹരിച്ച് വെച്ചേക്കുമല്ലേ? അപ്പൊ അത് എങ്ങനെ തിരിച്ചെടുക്കാം? കോടതി വ്യവഹാരത്തിലൂടെ എടുക്കാം. അതിനായി കുറച്ച് അനുബന്ധ രേഖകൾ വേണം. കോടതിയോളം എത്താൻ ഇതിനത് അവകാശപ്പെട്ട ഈ സർവേ നമ്പർ, ഇത്ര നമ്പർ, ഈ തണ്ടപ്പേരുള്ള ഭൂമി ഇവർക്ക് അവകാശപ്പെടാൻ തെളിയിക്കാൻ അനുബന്ധ തണ്ടപ്പേര് നമ്പരും സർവേ നമ്പരും മറ്റു ഡീറ്റെയിൽസും കിട്ടണം. എന്നാൽ കോടതിയിലെത്തിക്കാൻ അവരെ സഹായിക്കാനും നമുക്ക് കഴിയും. പക്ഷെ ആ രേഖകൾ പോലും കിട്ടരുത് എന്ന് ഒരു കൂട്ടം റവന്യൂ അധികാരികൾ വാശി പിടിക്കുമ്പോൾ അവർക്ക് ഒത്താശ കൊണ്ട് പോലീസും കൂടെ നിൽക്കുകയാണ്. എന്തിനെ? നമ്മുടെ ഭരിക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ ഭരണാധികാരികൾ, MLA അടക്കമുള്ള ആളുകൾ അവിടെ അവർക്ക് സപ്പോർട്ടാണ്. ബഹുമാനപ്പെട്ട MLA ചോദിച്ച ഒരു രസകരമായ കഥ അറിയാമോ? ഇവർ തെളിയിച്ചു കൊടുത്തത് 5ഓളം വ്യാജ പട്ടയം നിർമ്മിച്ച് 5ഓളം ആളുകൾ കള്ളപ്രമാണം ചെയ്ത് താമസിക്കുന്നതെന്ന് ഇവർ തെളിയിച്ചു കൊടുത്തു. ഒരു MLA ചോദിക്കുകയാണ്, അവർക്ക് കള്ളപ്രമാണമെങ്കിലും ഉണ്ട്, നിനക്കൊക്കെ അതുപോലും ഇല്ലല്ലോ എന്നാ ചോദിക്കും ഒരു ഭരണാധികാരി ചോദിക്കുന്ന. എന്തിനേറെ പറയുന്നത്, DYSPയോട് ഞാൻ തെളിയിച്ചു കൊടുത്തു സാർ, ഈ കൊല്ലയിൽ വില്ലേജ് താമസിക്കുന്ന ഇവരെ ഒഴിപ്പിക്കാനായിട്ട് കോടതിയിൽ നിന്ന് ഇഞ്ചക്ഷൻ വാങ്ങിച്ചിരിക്കുന്നത് പരശ്വയ്ക്കൽ വില്ലയിലെ സർവേ നമ്പർ കഴിച്ചിട്ടാണ്. ഇത് കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കോടതി ചീറ്റ് ചെയ്തുകൊണ്ട് നേടിയ ഒരു ഇഞ്ചക്ഷൻ ഓർഡറാണ്. ഇത് നമുക്ക് ചോദിക്കേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ അവിടെ ഇരിക്കട്ടെന്നാണ് DYSP പറയുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം വെച്ചേ, ഈ 25 കോടി ഇപ്പോൾ കൈവച്ചും വെച്ചിരിക്കുന്ന ബന്ധുക്കൾ, DSP ആയാലും പഞ്ചായത്തിനെ ആയാലും സർക്കാരിനെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള ഭരണകർത്താക്കളും കൂടെയാണ് അവർ, പല ബന്ധുക്കളും ആണ്. അപ്പോൾ ഇവർക്കൊന്നും ചെയ്യാൻ ഒക്കത്തില്ല, ഇനി കഴിയുന്നില്ല. അപ്പോൾ എന്താ നിങ്ങൾ ആഹാരം കഴിക്കുന്നത്? എന്തൊക്കെയാ? ഞങ്ങള് ചോറ്. ആര് തരും ചോറ്? വരുമാനം എന്തോ മാർഗം? ഇപ്പൊ ജീവിക്കുള്ള മാർഗം എന്തോ? പശുവൊക്കെ പോയില്ലേ? ഇവര് പശു വളത്തിലൊക്കെ ആയിരുന്നു, അതൊക്കെ പോയി. ഇപ്പൊ എന്തോ ആരെങ്കിലും തരുന്നതൊക്കെയാണ് കഴിക്കുന്നത് അല്ലേ? സംഘടനയിൽ സാറ് ഒരുപാട് പൈസ നമ്മൾ സഹായിച്ചിട്ടുണ്ട്. പിന്നെ അപ്പൊ ഇന്ന് രാത്രി അവിടെ പോയി കിടക്കുന്നു. ഇനിയിപ്പോ ഇന്ന് റെയിൽവേ തന്നെ കാരണം നമ്മുടെ ബേക്കിൽ തന്നെ ആള് വരുന്നുണ്ട്. അപ്പൊ ഇവരെ കൊലപ്പെടുത്തുമെന്നുള്ള പേടിയോട് ഈ പാവങ്ങൾ ഇങ്ങനെ റെയിൽവേ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അങ്ങനെയാണ് മാറി മാറി സഞ്ചരിക്കുന്നത്. ഞാൻ ആശുപത്രിയിൽ നേരെങ്കിലും ആശുപത്രി പോകുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു നേരം ആഹാരത്തിന് അന്തി ഉറങ്ങാൻ വീടില്ലാതെ വാടകയ്ക്ക് കിടക്കണ ഒരു അമ്മയെ ഞാൻ കണ്ട് പരിചയപ്പെട്ടു. എനിക്കാണ് സങ്കടം. കാരണം ഇത്രയും മുതലുള്ള ഞാൻ, പക്ഷേ സ്ഥലം കിട്ടിയെങ്കിൽ ഞാൻ അതിൽ ഒരു 5 സെൻറ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഒരു ചെറിയ വീടും വെച്ച് കൊടുത്താൽ അവരവിടെ അന്തി ഉറങ്ങൂല്ലേ? അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ മനസ്സില്ലാ മനസ്സോടെ അമ്മയും മകളെ ഇവിടെ വിട്ടിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ദൈവം കാവലുണ്ട്, ഞങ്ങളെപ്പോലുള്ള നല്ല മനുഷ്യരുടെയൊക്കെ പ്രാർത്ഥനയുണ്ടോ? തീർച്ചയായും കേട്ടോ മോളെ, പേടിക്കണ്ട കേട്ടോ. നിങ്ങളുടെ ആ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം വിജയം കാണും. കാര്യം ഇന്നല്ല നാളെ സത്യം തെളിയുക തന്നെ ചെയ്യും.
25 കോടിയുടെ ആസ്തിയുള്ളൊരു അമ്മയും മകളുമാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും വല്ലാത്ത വിഷമമാണെന്ന്. ഇതൊക്കെ നമ്മുടെ നേർക്ക് വരുമ്പോഴേ ഇതിൻ്റെ സങ്കടവും വിഷമമൊക്കെ അറിയത്തുള്ളൂ. ഈ അമ്മയ്ക്കും മകൾക്കും നീതി കിട്ടട്ടെ. കണ്ട വെള്ളം കുടിക്കേണ്ട കൊച്ച് ദാഹിച്ച് വലഞ്ഞിരിക്കുവാണ്, ആഹാരം പോലും കഴിച്ചിട്ടില്ല, ആരെയും പേടിച്ചിരിക്കുവാണ്. തീർച്ചയായിട്ടും ഈ അമ്മയ്ക്കും മകൾക്കും നീതി കിട്ടണം, കിട്ടിയിരിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സങ്കടപ്പെടുന്ന കാഴ്ചയിൽ നിന്നും